നെയ്യാറ്റിൻകര താലൂക്കിലെ അമരവിളയിലെ ചരിത്രമുറങ്ങുന്ന ചരിത്രമാളികയിൽ ഓണം പ്രമാണിച്ച് വയനാട് ദുരന്തത്തിന് ഒരു കൈത്താങ്ങായി 18-ാം തീയതി മുതൽ 28-ാം തീയതി വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനാവസരം ഋഷി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ സജിത് ഭാരതിയാരുടെ കവിത ചൊല്ലി ആശംസയർപ്പിച്ചു. 18,000-ൽ പരം ചുരുളകളും താളിയോലകളും ഗ്രന്ഥങ്ങളും മരഫലകങ്ങളും ശിലാഫലകങ്ങളും അടങ്ങിയ ചരിത്രരേഖകൾ 17 കാൽപ്പെട്ടിയിലും 27 പത്തായങ്ങളിലുമായി ചരിത്രമാളികയിൽ ഭദ്രമാണ്. ഈ ചരിത്ര വസ്തുക്കളെ കാണാൻ പൊതുജനങ്ങൾക്ക് ഒരു അസുലഭ അവസരമാണ് ഈ 18-ാം തീയതി മുതൽ 28-ാം തീയതി വരെ. സ്വാഗതം ആശംസിച്ച ചരിത്രമാളിക ഫൗണ്ടേഷൻ ഡയറക്ടർ അഭിലാഷ് സാർ, നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്ത ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാർ, നിതിൻ സാർ, നമ്മുടെ വേദിയിലും ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്രമാളികയിൽ ഇവിടെ പഠിക്കുന്ന എല്ലാവരും, ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാവരും വളരെ ഉയർന്ന നിലയിൽ എത്തുന്ന ഒരു പ്രൊഫൈൽ അവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് മേഖലയിലും ഇവിടെ നിന്ന് പഠിച്ച വിദ്യാർത്ഥി തേടിച്ചോറ് നിതം തിன்று പല ചിഹ്നം ചെറു കഥകൾ പേശി മനം വാടി തുമ്പമിക ഉലன்று പിറർ വാടപ്പല ശൈലുകൾ ചെയ്ത് നിറയുകൂടിക്കില പരുവമെയ്ത് കൊടുങ്കൂട്ടിരിக்கிறേന പിന്മായും പല വേടിക്കൈ മനിതരെ പോലെ ഞാൻ വിൽവേനെன்று നിനൈത്തായോ. ചോറ് തേടിച്ചോറ് നിതം തിன்று എല്ലാ ദിവസവും ചോറ് തിന്ന് പല ചിഹ്നം ചെറു കഥകൾ പറഞ്ഞ് കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞ് മനം വാടി മനസ്സും അടുത്ത് തുമ്പമിക ഈ ഭൂമിയിൽ ഇങ്ങനെ ഉലഞ്ഞു നടന്ന് തുമ്പമിക ഉലன்று പിറർ വാടപ്പല ശൈലികൾ ചെയ്ത് മറ്റുള്ളവർക്ക് ദോഷകരമാവുന്ന പല പ്രവൃത്തികളും ചെയ്ത് പിറർ വാടപ്പല ശൈലികൾ ചെയ്ത് നിറയുകൂടി നരച്ച് കില പരുവമെയ്ത് കൊടുങ്കൂട്ടിരിக்கிறേന പിന്മായും പല വേടിക്കൈ മനിതരെ പോലെ അങ്ങനെ മറഞ്ഞുപോയ പല വേടിക്കൈ മനിതരെ പോലെ പല ഉപയോഗമില്ലാത്ത മനുഷ്യരെ പോലെ നാൻ വിൽവേനെன்று നിനൈത്തായോ, അങ്ങനെ ഞാനാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ഭാരതിയാർ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു ജീവിത ലക്ഷ്യം പണ്ട് തൊട്ടേ നമ്മുടെ പ്രത്യേകിച്ചും തിരുവിതാംകൂർ അല്ലെങ്കിൽ തമിഴ്നാടുമായൊക്കെ ബന്ധപ്പെട്ട് ഒരു ജീവിത ലക്ഷ്യം ഉണ്ട്. ആ ജീവിത ലക്ഷ്യം പല ഗ്രന്ഥങ്ങളിലൂടെയും മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലൂടെയൊക്കെ അവർ ആർജിച്ചെടുത്ത അവർ കണ്ടെത്തിയ ഒരു വാല്യൂസ് അതിനകത്തുണ്ട്. നമ്മൾ കണ്ടെത്തി അതിനൊത്ത് നമ്മൾ നിൽക്കണമെന്നാണ് പല ഗ്രന്ഥങ്ങളും പറയുന്നത്. തിരുക്കുറൾ ഉൾപ്പെടെയുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ സാറ്, എല്ലാ ദിവസവും രാവിലെ തിരുക്കുറളിൽ 2 വരി അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിൽ വരാറുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ഒരു വാല്യൂസ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നും ഒരു തലമുറ ഉണ്ടായി വരികയാണ്. അത് വളരെ മനോഹരമാണ്. മാത്രമല്ല ഈ സംവിധാനം ഇവിടെ വരുന്നത് ഒരു പാഷൻ്റെ പുറത്താണ്, വെറുതെ വന്നൊന്നുമല്ല. ഇതൊന്നും ഇങ്ങനെ വരെയൊന്നുമില്ല. ഈ പ്രദേശത്ത് അമരോളം പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം വരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അന്ന് ഈ നാട്ടുകാർ ഞാനിവിടെ വന്നിട്ടില്ല, അഭിലാഷ് സാറിനെ പരിചയപ്പെട്ടിട്ടില്ല. ഈ വർഷങ്ങൾക്ക് മുന്നേ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കും ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാൾ ഇച്ചിരി പൈസ കയ്യിലുണ്ട്, അദ്ദേഹം ഇവിടെ എന്തോ കുഴിച്ച് കളരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വാർത്ത ഞാൻ കേട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 4500ഓളം പുരാവസ്തുക്കൾ, അതായത് പണ്ട് പൂർവികർ ഉപയോഗിച്ചിരുന്ന മൺമറഞ്ഞു പോയ സാധനങ്ങൾ കൈകൊണ്ടെടുത്ത് അത് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വയ്ക്കുക എന്ന് പറയുന്നത് അതിന് പുറകിൽ ഒരു പാഷനുണ്ട്. ഈ തുടക്കത്തിൽ ഈ അവസാനം വരെയും ഈ അടുത്ത കാലം വരെയും ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ ദീർഘകരമായിട്ടുള്ള കാലഘട്ടം. പലവിധ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നീങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതിനിയും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വിശാലമായ ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ചെയ്തു തീർക്കുവാനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ചടങ്ങ് ചെറിയ ലഘുവായി മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിയൊക്കെ സംഘടിപ്പിച്ച ഒരു വളരെ വിശാലമായിട്ടുള്ളൊരു പരിപാടിയൊക്കെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആൾ സാറാണ്. അത് കാരണം ഈ പറയുന്ന വാക്കല്ല, പ്രവൃത്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താണ്. പറ്റിയാലോ അത് ഷേക്കൻഡ് കൊടുക്കണം കേട്ടോ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത്. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അപ്പോൾ
എന്തായാലും അഭിലാഷ് സാറ് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളെന്ന്. അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരമാണ്. നിങ്ങൾക്കറിയാം, ചരിത്രമാളിക വർഷങ്ങളായിട്ട് മറ്റുള്ളവർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ വന്ന് സങ്കടത്തോടു കൂടി പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പലരും അഭിലാഷ് സാറിനെ തെറി വിളിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. പലരും പല ഗ്രൂപ്പിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരാളുണ്ട് കാണാൻ പോലും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് വളരെ. അപ്പോൾ അതൊരു ഇതാണ്, വളരെ ചരിത്രത്തോട് താല്പര്യമുള്ള ആൾക്കാരെ ഇൻഡിവിജ്വലായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റാതെ പോകുന്നു എന്ന് പറയുന്നത് ഒരു നിരാശകരമായിട്ടുള്ള കാര്യം കൂടെയാണ്. അത് ഇപ്പോൾ ഋഷി സാറുകൂടെയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം 10 ദിവസത്തേക്ക് അത് തുറന്നിട്ടുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇവിടം സന്ദർശിക്കുവാനുള്ള അവസരം കൂടെ നൽകുന്ന ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ ഈ 10 ദിവസത്തെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്കറിയാം. വയനാട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചു, 1,500 പേരോളം മരിച്ചു. അന്ന് ഈ സംഭവത്ത് ഇന്ത്യൻ ആർമിയെ നയിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഋഷി സാറാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ടീം വളരെ ഞങ്ങളുടെ ടീം, ഫയർഫോഴ്സ് ടീം ഉണ്ടായിരുന്നു, പോലീസ് ടീം ഉണ്ടായിരുന്നു, എല്ലാവരും. ഇപ്പോൾ ആർമിയൊക്കെ വന്നിട്ടാണ് അവിടെ പാലമൊക്കെ നിർമ്മിച്ചത്. നിങ്ങൾ പത്രത്തിൽ വാർത്ത കണ്ടു തന്നെയാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടെ നൽകാം എന്നൂടെ ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുള്ള വിവരം കൂടെ അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സംരംഭത്തിന് എൻ്റെ പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഒരിക്കൽ കൂടെ നേരുന്നു. ഒരിക്കൽ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ എത്തിയതിലും ഞങ്ങളുടെ കുട്ടികളോട് സംസാരിച്ചതിലും ഒരിക്കൽ കൂടെ എൻ്റെ പേരിലുള്ള നന്ദി കൂടെ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.